തന്നെയാണ് പോകുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അനീഷ് ഉണ്ട്. അനീഷ്, എന്താണ് ഷാഫിയുടെ ഇന്നത്തെ പര്യടന പരിപാടികൾ? ഇപ്പോൾ ഷാഫി മുല്ലപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? സജിത്ത് മുല്ലപ്പള്ളിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ടി.പിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തിയ ശേഷം അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മുക്കാളിയിലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തും. അദ്ദേഹം അകത്തുണ്ട്. മറ്റു കോൺഗ്രസ് നേതാക്കളെല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വലിയൊരു ആവേശം അണികളിൽ സൃഷ്ടിക്കാൻ ഈ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഷാഫി പറമ്പലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇന്നലത്തെ സ്വീകരണവും അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രചരണ പരിപാടികൾ ആരംഭിച്ചപ്പോഴുള്ള ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവാൻ സാധിക്കുന്നത്. രാവിലെ RMP പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ടി.പിയുടെ വീട്ടിലേക്ക് സ്വീകരിച്ചത്. KK രമയും വേണു അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഷാഫിയെ സ്വീകരിക്കാനായി മുല്ലപ്പള്ളിയൊക്കെ ഇവിടെ തയ്യാറായി തന്നെ ഇരിക്കുന്നത് നമുക്ക് വേണം ദൃശ്യങ്ങളിൽ കാണാം. അവരൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. മുമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ് അദ്ദേഹത്തെ. എന്തായാലും നമുക്ക് അദ്ദേഹത്തോടൊന്ന് വേണമെങ്കിൽ സംസാരിക്കാം. സാർ, വലിയ ആവേശമാണ് ഇന്നലെ കണ്ടത്. വലിയ സ്വീകരണമാണ് പുതിയ സ്ഥാനാർത്ഥിക്ക് നൽകിയത്. താങ്കളുടെയൊക്കെ ഒരു പിന്തുടർച്ചയായിട്ടാണ് അദ്ദേഹം എത്തുന്നത് മണ്ഡലത്തിലേക്ക്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ മാത്രമല്ല, ഇവിടെ റെക്കോർഡ് വിജയം ഉണ്ടാകും. ഈ നിയോജകമണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ പ്രകടനം. അത്രയും ആവേശ പ്രകടനം ഉണ്ടായിരിക്കുന്നു. സംശയമില്ല. ജയിക്കുമ്പോൾ പോലും ഇത്ര വലിയ നടക്കാറില്ലല്ലോ. എങ്ങനെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ പോലും ഇത്ര വലിയ അതാ പറഞ്ഞിരിക്കുന്ന ആവേശം മാത്രമല്ല, ജനങ്ങളങ്ങനെ ഇളകി മറിയായിരുന്നല്ലേ. ഒരു ജനപ്രവാഹമല്ലേ ഉണ്ടായത്. പുതിയ തലമുറയാണെങ്കിൽ ഇത്രയധികം ആവേശം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഞാൻ കേരളത്തിൽ നമ്മുടെ വടകരയിൽ കണ്ടിട്ടില്ല. അത്രയും ആവേശമുള്ളത്. വലിയ പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല, ഞാൻ മികച്ചൊരു സ്ഥാനാർത്ഥി ഞാൻ ഇവിടെ നിർത്തുന്നത്. സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ ഒരു നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പാഠം നമുക്കറിയാം. പാർലമെന്റിലും അതുപോലത്തെ ഒരാളാണ് വേണ്ടത്. ശക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പോരാളിയാണ് വേണ്ടത്. ആ പോരാളിയെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളാണ്. അനീഷ്, മുല്ലപ്പള്ളിയുടെ ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. അനീഷ്, മുൻ KPCC പ്രസിഡന്റ് കൂടിയാണ്. ഈ വനിതകളുടെ പരിഗണനകളൊക്കെ കുറഞ്ഞു പോയി എന്ന വലിയ പരാതികൾ ഈ പട്ടികയെ സംബന്ധിച്ച് ഉയരുന്നുണ്ട്. കാര്യങ്ങൾ കൂടി നമുക്ക് മുല്ലപ്പള്ളിയോടും ചോദിക്കാം. കേരളത്തിൽ ഏറ്റവും അധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി ഇവിടെയായിരുന്നു. 1,30,000 വോട്ട്. അത് മറികടന്നുകൊണ്ടാണ് 56,000 വോട്ട് ഞാൻ ജയിച്ചത്. സെക്കൻഡ് ടൈമും ജയിച്ചു. അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ ഉഴുതുമറച്ച മണ്ണിലാണ് പിന്നീട് ഇവിടെ വിളവെടുപ്പൊക്കെ നടന്നിരിക്കുന്നത്. അപ്പം മണ്ണ് ഇവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും കടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകന്മാരോടും ഈ നാട്ടിൽ ചിന്തിക്കുന്ന ജനാധിപത്യ മതേതരവാദികളോടാണ് ഈ നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ ശക്തികൾക്കെല്ലാം കടപ്പാടുള്ളത്. പത്മജയുടെ പോക്കൊക്കെ മറന്നു കാണും ആളുകളല്ലേ? നിങ്ങളൊക്കെ അതിൽ നിന്നും പൂർണ്ണമായും മാറി മുരളി തൃശ്ശൂരിലേക്കൂടെ എത്തിയതോടുകൂടി ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും. അങ്ങനെയൊക്കെ എത്ര ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പഴുത്തേല നോക്കൂ, ഇവിടെ ഒരു പ്ലാവുണ്ട്. അതിൽ പഴുത്തേല മുഴുവൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. പ്ലാവ് നല്ല ശക്തിയായിട്ട് പറന്നുകൊണ്ടിരിക്കുകയല്ലേ പ്ലാവ്. യാ മിസ്റ്റേക്കൺ. അങ്ങനത്തെ ഒരുപാട് ഇലപ്പൊഴിയും കാലങ്ങളൊക്കെ തന്നെ ആവേശം കൂട്ടിയെന്നാണ് എന്റെ ചോദ്യം. ഈ ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തി പോകുമ്പോൾ അത് പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ ഏത് നിയോജകമണ്ഡലത്തിലാണ് ആവേശമില്ലാതെ പോയത്? എല്ലാ നിയോജകമണ്ഡലത്തിലും ആവേശമാണ്. കാരണം അത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രി കാരണഭൂതൻ തന്നെ വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം, അതിനെ പരാജയപ്പെടുത്താൻ പ്രതിച്ചെടുത്ത ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. അവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ എന്താ സംശയമുള്ളത്? അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ, ഷാഫി വിജയിച്ചിരിക്കുന്നു. എത്ര ഭൂരിപക്ഷം? താങ്കൾ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയാം, കാരണം ഇലക്ഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഭൂരിപക്ഷം ഒരു ഘട്ടം നിങ്ങൾ KPCCയുടെ പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞുപോയി, വനിതാ പ്രാതിനിധ്യം കുറഞ്ഞുപോയി, വലിയ പരാതികളുണ്ട്. മുല്ലപ്പള്ളിയുടെ ഒരു പ്രതികരണം സ്വാഭാവികമായും പ്രാധാന്യമുള്ളതാണ്. ഞാൻ സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ തന്നെ 4-5 ദിവസം മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാ, വളരെ കൃത്യമായിട്ടാണ്. പക്ഷേ എന്റെ UDFന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർക്ക് പോലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വരികൾക്കിടയിൽ വായിക്കാൻ അവർക്ക് സാധിക്കാത്ത പോയ ദുഃഖം എനിക്കുണ്ട്.
സാർ, ഇപ്പോൾ ഈ വനിതാ സാന്നിധ്യം വളരെ കുറവാണ് തെരഞ്ഞെടുപ്പിൽ. അതൊരു ന്യൂനതയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ തവണയും ഒരു ലേഡി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ രണ്ടുപേരുണ്ടായിരുന്നു. ഒന്നും ബാധിക്കില്ല. അവർക്ക് നന്നായിട്ട് ബാധിക്കുന്നല്ല, കുറച്ചുകൂടി പങ്കാളിത്തം വേണ്ടതില്ലേ ശരിക്കും ഈ ഭാവിയിലെങ്കിലും നടത്തുമ്പോൾ? അത് പറഞ്ഞല്ലോ, എല്ലാ കാലത്തും പങ്കാളിത്തം ഉണ്ടല്ലോ. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം കൃത്യമായ ചില രാഷ്ട്രീയം പറയാൻ ഇന്ന് ശ്രമിക്കുന്നു. മാധ്യമങ്ങളെ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് വേഗത്തിൽ കേട്ട ശേഷം വരാം.